എന്താ സാറ വിഷമിച്ചിരിക്കുന്നേ? എന്താ കാര്യം? നീ എന്ത് പെട്ടെന്ന് പോയത്? സാറ ഫിദ, എന്താ സാറ പറ്റിയത്? ഞാന് പ്രിൻസിപ്പളിന്റെ ഫോണില് എന്റെ പേര് ആദ്യമായിട്ട് സേവ് ചെയ്തതായിട്ടാ കണ്ടത്. എന്ന് വെച്ചാ എബിൻക്ക് വേറെ ഫോണുണ്ട്, പ്രിൻസിപ്പളിന് വേറെ ഫോണും. എന്ന് വെച്ച് എബിൻ ഇതുവരെ എന്നോട് പറഞ്ഞത് കള്ളമാണെന്ന്. അങ്ങനെയൊന്നും ഉണ്ടാവൂല. ഇല്ല, ഇത് തന്നെയാ സംഭവം. എബിൻ എന്നെ ചീറ്റ് ചെയ്തു. സാറ, നീ ഇതൊക്കെ വിചാരിച്ചിട്ട് നീ ഒന്നും ചെയ്യല്ലേ? ഞാൻ എന്ത് ചെയ്യാനിട്ട്? ഓ, നീ വിചാരിച്ചു കാണും ഞാൻ വല്ല സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്ന. ഒരിക്കലും ഇല്ല. അവരല്ല ചീറ്റ് ചെയ്തേ, ഞാൻ എന്തിനു ചെയ്യണോ? അതെ അതെ, നീ ഒന്നും ചെയ്യാൻ നിക്കണ്ട. ഏയ് ഫിദ, ഒരിക്കലും ഇല്ല. എല്ലാം ജോലി കാരണമാ. ജോലി സ്കൂൾ വന്നില്ലെങ്കില് പിന്നെ ഓഫീസിലോട്ട് വിളിക്കില്ല. എന്നെയോ? അത് പിന്നെ നേരത്തെ തലവേദന പറഞ്ഞില്ലായിരുന്നോ? വീട്ടിലേക്ക് വിളിച്ചിരുന്നു നീ, അതായിരിക്കും. ഓ അതോ? പിന്നെ സാറാ, എബിനിപ്പോ ജൂലിയുടെ വലയിലായിരിക്കും. നീ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജൂലിയും എബിനും. ജാസ്മിനെ, ഓരോന്ന് കേട്ട് വന്നോളൂ. പോവാൻ നോക്ക്. നീ ഇപ്പൊ വന്നത് സാറെ വിളിക്കാനല്ലേ? അത് കഴിഞ്ഞല്ലോ, ഇനി പൊക്കോ. കൂൾ കൂൾ, എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാനാണോ? എല്ലാം ജൂലിയല്ലേ? നീയും ഉണ്ടാവുമല്ലോ ഇതില്. എന്തായാലും ഒരു പണക്കാരി പെണ്ണിനെ കണ്ടാല് എബിൻ വീഴും. ബട്ട് എന്തുകൊണ്ട്? എന്നെ കണ്ടപ്പോ ഇഷ്ടായില്ലെന്നാ ഞാൻ ചിന്തിക്കുന്നേ. ആ മരത്തിന്റെ അവിടെ നിന്ന് ചിന്തിച്ചൂട്. സാറ, ഇവിടെ പറയുന്നൊന്ന് കേൾക്കാൻ നിക്കണ്ടോ. ഈ ഓഫീസിലോട്ട് പോവാൻ നോക്ക്. വെയിറ്റ്, സാറയോട് ബുക്കും ബാഗൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞേ. ശരി. ഈ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കണേ? സാറ എന്തിനാ വെറുതെ നോവിക്കുന്നേ? അതെന്റെ ഇഷ്ടം, നീ അല്ല തീരുമാനിക്കേണ്ടത്. ആശ ചേച്ചി എന്താ ഇവിടെ? മോളെ, എന്താ ചേച്ചി? നീ എന്താ ബാഗും ബുക്കും ഒന്നും എടുക്കാഞ്ഞേ? അയ്യോ, ഞാനത് തമാശക്ക് വിളിച്ചതാ വീട്ടിലോട്ട്. അയ്യോ മോളെ, ഞാൻ പറയാൻ വന്നത്, നീ വല്ലാതെ പേടിച്ച് ഒന്നും ചെയ്യരുത്. എന്താ? കാരണം ജനനം ഉണ്ടെങ്കിൽ മരണം ഉണ്ടാവുമല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കേണ്ടതല്ലേ. എന്താ ചേച്ചി, പെട്ടെന്ന് പറ. മോളെ, അച്ഛനക്ക് ചെറുതായിട്ടൊരു ഹാർട്ട് അറ്റാക്ക്. എന്നിട്ട് പേടിക്കൊന്നും വേണ്ട. അയ്യോ, എന്താ പറ്റിയത്? മോളെന്തായാലും വീട്ടിലോട്ട് വാ. ഇല്ല, എന്താ പറ്റിയത് പറയണോ? ഒന്നും, നീ വീട്ടിലോട്ട് വാ, നമുക്ക് അവിടുന്ന് സംസാരിക്കാം. വാ. ചേച്ചി, കുഴപ്പമൊന്നുമില്ലല്ലോ? നമുക്ക് അവിടുന്ന് സംസാരിക്കാം, വാ. സാർ എങ്ങോട്ടാ പോണേ? കൂടെ ആശ ചേച്ചിയുണ്ടല്ലോ. ഓ, അതൊക്കെ പറയാണെങ്കില് വലിയ ചരിത്ര. സാറെ നോക്കി നിന്നതല്ല, അവള് പോയപ്പോ ചോദിച്ചതാ. എന്തെങ്കിലും അത്യാവശ്യ കാരണമില്ലാതെ ഈ സമയത്ത് പോവോ? അതും ആശ ചേച്ചി കൊണ്ടുപോയപ്പോഴാ ഞാൻ ചോദിക്കുന്നേ. ഓ, ഞാനൊന്നും പറഞ്ഞില്ല. അതാ നല്ലത്. A few minutes later. എന്താ ഇവിടെ? പറ ചേച്ചി, എന്താ ഇതൊക്കെ? ചേച്ചി, പറ ചേച്ചി. എന്താ ചേച്ചി ഒന്നും പറയാത്തെ? ചേച്ചി, എന്താ ആശേ, ഒന്നും പറഞ്ഞില്ലേ? അത് സാർ, എങ്ങനെ ഈ മുഖത്ത് നോക്കിയിട്ടൊക്കെ പറയാ? നിന്റെ അച്ഛൻ മരിച്ചു. കിടന്ന് മൂങ്ങിട്ടൊന്നും കാര്യമില്ല, ഉള്ളതാ പറഞ്ഞേ. വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് കണ്ടോ, കുറച്ച് കഴിഞ്ഞ ബോഡി എടുക്കോ. അയ്യോ, എന്താ ഇതൊക്കെ? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അച്ഛാ, ഓ വന്നല്ലോ രാക്ഷസി. മോള് കരയല്ലേ? എനിക്കിത് കാണണ്ട ചേച്ചി. കാണാതെ മരണ വീടായതുകൊണ്ട് മാത്രം ഇവിടെ ബഹളം ഉണ്ടാക്കാത്തെ. എന്താ ഇത്? നിങ്ങൾക്കൊന്നും മനസാക്ഷിയില്ലേ? എന്റെ അച്ഛൻ ചത്തതിനാ ഞാൻ എന്ത് ചെയ്യാനാ? മാഡം, എന്തിനാ ഇങ്ങനെ? വേലക്കാരിയൊക്കെ വേലക്കാരുടെ സ്ഥാനത്ത്. എന്താ അച്ഛാ, എന്തിനാ ദൈവം എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്? ജനിച്ചപ്പോഴേ അമ്മ പോയി, ഇപ്പോഴാ അച്ഛനും. ദൈവം എന്താ ഇങ്ങനെ എപ്പോഴും എന്നെ ഉപദ്രവിക്കുന്നേ? അങ്ങനൊന്നും പറയല്ലേ. ചേച്ചിക്കറിയോ എബിൻ? എന്താ എബിൻക്ക്? അവൻ എന്നെ ചതിച്ചു. എല്ലാം കൂടി ഇന്ന്
പെണ്ണായിരുന്നു. അച്ഛന്റെ മരണം എല്ലാം കൂടി കേട്ടിട്ട് ഭ്രാന്ത് പിടിക്കണ്ട്. അയ്യോ, എന്താ എബിൻ, എന്താ അവനക്ക് പറ്റിയത്? അറിയില്ല ചേച്ചി. പണക്കാരി പെണ്ണിനെ കണ്ടപ്പോ അവിടേക്ക് പോയി. മോളെ വിഷമിക്കണ്ട കേട്ടോ, ഞാനുണ്ടല്ലോ നിനക്ക്. ചേച്ചി, എന്താ എന്റെ ലൈഫ് മാത്രം ഇങ്ങനെ? അതും എല്ലാം കൂടി ഒരു ദിവസം. എബിനല്ല ഇങ്ങോട്ട് വന്നത്, ഞാൻ അങ്ങോട്ട് പോയതല്ലല്ലോ. എന്നിട്ട് അവനെ എബിനോട് ഞാൻ സംസാരിക്കാം, മനസ്സിലായോ? സ്നേഹമൊന്നും അങ്ങനെ പിടിച്ചു വാങ്ങേണ്ടതല്ല, അതൊക്കെ ഉള്ളിന്ന് വരേണ്ടതാ. ബ്രെയിൻ വാഷ് ചെയ്തിട്ട് കാര്യമില്ല. ഇന്ന് എന്റെ അച്ഛനും പോയി. ഇനി എന്റെ ലൈഫ്, അമ്മയുടെ ഫാമിലി നരക ജീവിതത്തിന് തുല്യ. അവരെന്നെ ആ സുഖമില്ലാത്ത കുട്ടിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. എല്ലാം ചേച്ചിക്ക് അറിയല്ലോ. അയ്യോ മോളെ, നീ ഇങ്ങനെ സീരിയസ് ആയിട്ട് ചിന്തിക്കല്ലേ. എല്ലാത്തിനും ഒരു വഴി കാണൂ. നീ സ്ട്രോങ് ആയിട്ട് നിൽക്ക്. ഇത്രയും സംഭവങ്ങൾ ഒരു ദിവസം നടന്നു. ദൈവം നിനക്കിത് തന്നിട്ടുണ്ടെങ്കിൽ ഇതിനർത്ഥം എന്താണെന്നറിയോ? നിനക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന. എനിക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ നിന്നെ പോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതൊന്നും ദൈവം എനിക്ക് തന്നില്ല, മനസ്സിലായോ? മോളെന്തായാലും ഒന്ന് പുറത്തേക്ക് വാ. ഇവിടെ നിന്നാല് അച്ഛനെ കാണുന്തോറും നിനക്ക് വിഷമം കൂടത്തേ ഉള്ളൂ. ഞാനില്ല, ചേച്ചി പൊക്കോ. വേണ്ട വേണ്ട മോളെ, ഒന്ന് വാ. എന്താ മാഡം? നീ ഇവിടെ നിന്നാലേ വീട്ടിലെ കാര്യങ്ങൾ ആരാ നോക്കുക? മാഡം, ഇവിടെ ഇങ്ങനെ ആവുമ്പോ ഞാന് ഓവറങ്ങ് ഷോർ കണ്ടോ. നിന്റെ അച്ഛനൊന്നല്ല മരിച്ചത്. പൊയ്ക്കോ. ഇവിടത്തെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഓരോരുത്തരുണ്ട്. അതിന് നിന്റെ ആവശ്യമില്ല. നീ വീട്ടിൽ പോവാൻ നോക്ക്. ഓക്കെ. ചേച്ചി പോവാണോ? ആ മോളെ, ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? മോളെ, നീ ഒന്നും ചെയ്യല്ലോ. സ്ട്രോങ് ആയിട്ട് നിക്ക്. ശരി ആശ. ഇതേ പോണു. ഞാൻ പോവാണ് കേട്ടോ. എനിക്ക് വേണ്ട. എബിന് കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ഇപ്പൊ അവനുമില്ല, അച്ഛനുമില്ല, ആരുമില്ല. അവള് കണ്ടു കഴിഞ്ഞോ? എന്താ നിന്നെ വീണ്ടും വീണ്ടും അത് കാണിച്ചു കൊടുക്കുന്നേ? അവളതൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി പെട്ടെന്ന് എടുക്കാൻ നോക്ക്. 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം വേണം റോക്കി അവളായിട്ടുള്ള കല്യാണം നടത്താന്. അതെ, കിടന്ന് മൂങ്ങണം അവള്. ഇനി ആരെങ്കിലും കാണാനുണ്ടോ? നീ എന്തിനാ മൂങ്ങുന്നേ? ചേച്ചി നമ്മുടെ ചേച്ചിയുടെ അച്ഛനല്ലേ? അതിന് എന്താ ചേച്ചി? എന്തോന്നാ? ഒന്ന് മിണ്ടാതിരി പെണ്ണേ. ഒന്ന് പറഞ്ഞ് ഷോ അരക്കരുത്. സാർ എവിടെയുണ്ടോ അവിടെ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാവും. കണ്ടില്ലേ നീ? അവളെ അച്ഛൻ മരിച്ചു, അവള് ജനിക്കുമ്പോ തന്നെ അവളെ അമ്മ മരിച്ചു. നീ ഇവിടെ നമ്മുടെ വീട്ടിൽ കയറ്റാൻ പോകുന്നത്. ആരൊക്കെ എന്തൊക്കെ പ്രശ്നം വരുന്ന ആർക്കറിയാം? അതിനു മുന്നേ അവളങ്ങ് ചത്താൻ മതിയായിരുന്നു. ഞാൻ ഇനിയും ജീവിച്ചാല് അത് കൂടുതൽ പ്രശ്നമാവത്തേ ഉള്ളൂ. എന്നെ എല്ലാരും കൂടി ഉപദ്രവിക്കും. ഞാനിനി ജീവിക്കില്ല, എനിക്ക് മതിയായി. ഞാൻ ജനിച്ചപ്പോ തൊട്ട് ഓരോ പ്രശ്നങ്ങളാ. അമ്മ മരിച്ചു, അച്ഛനും ആകെ ഉണ്ടായിരുന്നത് എബിനായിരുന്നു. അവൻക്കും വേണ്ട, ആർക്കും എന്നെ വേണ്ട. ഞാൻ എന്തിനാ ഇനി? ഞാൻ ഒരിക്കലും സ്ട്രോങ് അല്ല. ഇവിടെ പണത്തിന് സൗന്ദര്യത്തിന് മാത്രമേ വിലയുള്ളൂ, സ്നേഹത്തിന് ഒരു വിലയുമില്ല. ഇവരുടെ ഇടയിലൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല.